ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞില്ലേ, ശത്രു കൂടെ തന്നെയുണ്ട്. കഴുകൻ കണ്ണുകളോടെ അയാൾ നമ്മെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും? ഇനിയും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാ ചേച്ചിയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് വിഷമാവരുത്. നീ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും വ്യക്തമായിട്ട് പറ. ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ചേച്ചി ഒരു അകലം പാലിക്കണം. ചേട്ടനിൽ നിന്ന് ചേച്ചി എപ്പോഴും സേഫായിട്ടൊരു അകലം പാലിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ സങ്കടം ഒഴിവാക്കാൻ ചേച്ചിക്ക് സാധിക്കും. ഗോപികെ, നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നീ പറയും പോലെ കുട്ടനോട് അകലം സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ല മോളെ. യാതൊരു സ്വാർത്ഥ ചിന്തയും ഇല്ലാതെ നിഷ്കളങ്കമായിട്ടാ കുട്ടൻ എന്നെ സ്നേഹിക്കുന്നത്. കുട്ടന്റെ പരിശുദ്ധമായ ആ സ്നേഹം എനിക്ക് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കൂ. അതൊരു തരുമ്പ് പോലും തിരസ്കരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ പോലൊരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവാണ് കുട്ടൻ. കുട്ടനെ എനിക്ക് ഭർത്താവായി ലഭിച്ചത് വലിയൊരു പുണ്യമാണ്. കുട്ടന്റെ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്നുള്ള അമിത പ്രതീക്ഷയും മോഹവും ഒന്നും എനിക്കില്ല. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാ ചിന്തിക്കുന്നത്. ഇപ്പൊ കുട്ടൻ എന്നെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം ഈ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഇനി അസുഖം മാറിയതിനു ശേഷം കുട്ടൻ എന്നെ മറന്നാലും ആ വേദന ഞാൻ സഹിക്കും. ചേച്ചി, എനിക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഗോപു. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കുട്ടന്റെ അസുഖമൊക്കെ മാറി കുട്ടൻ പഴയതുപോലെ മിടുക്കനായിട്ട് തിരികെ വരണം. ചേച്ചിയോട് ഇനി ഞാൻ എന്താ പറയണ്ടേ? ചേച്ചിയുടെ ഹൃദയ വിശാലതയ്ക്ക് മുന്നിൽ ഞാൻ ഉള്ളുകൊണ്ട് തൊഴുതു പോവാ. എനിക്കൊന്നും ഒരിക്കലും ചേച്ചി പോലെ എന്റെ ജീവിതത്തിലാകാൻ പറ്റില്ല. എനിക്കെന്നല്ല, മിക്കവാറും പേർക്കും ചേച്ചിയുടെ ഈ നല്ല മനസ്സുണ്ടാവില്ല. മറ്റൊരാളുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കും? ഞാൻ ഉൾപ്പെടെയുള്ളവര് ചേച്ചിയിൽ നിന്നും പല നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്. ചേച്ചിയെ കൂടെപ്പിറപ്പായി കിട്ടിയത് എന്റെ ഭാഗ്യോ, എന്റെ അഭിമാനോ. മതി മതി, എത്ര അധികം വർണ്ണനയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഈശ്വരന്റെ ചെയ്തികൾ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. റഷ്യ അവിടെ കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത്. നമുക്കിറങ്ങാം, വാ കൊട്ടാ, വാ. പെൻഡ്രൈവ് ഇവിടെ വെച്ചിരുന്നാണല്ലോ. അതിപ്പോ എവിടെ പോയി? ഋഷി, ഒന്നെന്റെ ക്യാബിനിലേക്ക് വരുമോ? അബിയും കൂട്ടിക്കോ. ഋഷി, അബി. ഋഷി, ഇന്നലെ എനിക്കൊരു പെൻഡ്രൈവ് കിട്ടിയിരുന്നു. എന്റെ ബാഗിൽ നിന്ന് അത് കിട്ടിയത്. പക്ഷെ അത് എന്റേതല്ല, കുട്ടൻ്റെതായിരുന്നു. കുറെ മാസങ്ങൾക്ക് മുൻപ് കുട്ടന്റെ കയ്യിൽ നിന്നും എങ്ങനെയോ അത് നഷ്ടപ്പെട്ട് എന്റെ ബാഗിലായതാണ്. അത് ഇന്നലെ കുട്ടൻ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പെൻഡ്രൈവ് ഇടയ്ക്കെപ്പോഴോ കുട്ടന് ഓർമ്മ വന്ന ദിവസം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞില്ലേ, കുട്ടനിടയ്ക്ക് ഓർമ്മ വന്നിട്ട് ഈ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ. ആ ദിവസമായിരിക്കണം കുട്ടൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയിരുന്നു.
അതെന്നോട് നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു. അതിനുശേഷം അത് നഷ്ടപ്പെട്ടതും എന്റെ ബാഗിലായതും. കുട്ടൻ എന്ന ഓർമ്മ വന്ന ദിവസം പെട്ടെന്ന് ചിന്തിച്ചത് ആ പെൻഡ്രൈവിനെ കുറിച്ചായിരിക്കണം. അതുകൊണ്ടാവും ഉടനെ ഇവിടെ വന്നത് എടുത്തുകൊണ്ട് പോയത്. അതിനർത്ഥം വളരെ പ്രധാനപ്പെട്ട എന്തോ വിവരങ്ങൾ ആ പെൻഡ്രൈവിനുള്ളിൽ ഉണ്ടെന്നാണ്. അത് കുട്ടൻ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പെൻഡ്രൈവ് ആയിരിക്കണം. ഈ സംശയങ്ങളൊക്കെ എനിക്ക് തോന്നിയതുകൊണ്ട് ഇന്നലെ തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാ ഫയർ അലാറം കേട്ടതും ആകെ ബഹളമായതും. അതിനിടയ്ക്ക് ഞാൻ മറ്റൊന്നും നോക്കാതെ കുട്ടനെയും കൂട്ടി പുറത്തേക്ക് പോയി. പിന്നെ ഇപ്പോഴാ ഇവിടെ വന്ന ആ പെൻഡ്രൈവ് ഞാൻ നോക്കുന്നു. നോക്കുമ്പോ അത് കാണുന്നില്ല. ഇവിടെ മുഴുവൻ ഞാനത് പരിശോധിച്ചു. ഈ ക്യാബിനുള്ളിൽ വെച്ചിരുന്ന പെൻഡ്രൈവ് എങ്ങനെ നഷ്ടപ്പെടാനാ? ഋഷി, അതാ ഞാനും ആലോചിക്കുന്നേ. ചേച്ചി പറഞ്ഞതനുസരിച്ച് ആ പെൻഡ്രൈവില് എന്തോ വിലപ്പെട്ട വിവരങ്ങൾ തന്നെയായിരിക്കും. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് കാര്യമായിട്ട് അന്വേഷിക്കാം. അല്ല, എന്തായിരിക്കും ആ പെൻഡ്രൈവിനുള്ളിലുള്ളത്? ചേച്ചി അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അതിലെന്തെങ്കിലും കാണാൻ സാധിച്ചോ? അത് ഓപ്പണായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പൺ ആയപ്പോ കണ്ടത് എന്തൊക്കെയോ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ്. വിശദമായിട്ട് നോക്കാനും സാധിച്ചില്ല. അപ്പോഴേക്കും ഫയർ അലാം മുഴങ്ങി. എന്റെ ആ കോൺസെൻട്രേഷൻ അതിൽ നിന്ന് മാറിപ്പോയി. കൊട്ടനെ എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് പുറത്തെത്തിക്കണം. അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. അതുകൊണ്ട് ആ പെൻഡ്രൈവ് ഊരിയെടുക്കാൻ പോലും ഞാൻ മറന്നുപോയത്. ഒരു കാര്യം ചെയ്യാം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനോടൊന്ന് ചോദിക്കാം. ചിലപ്പോ ക്യാബിന് വൃത്തിയാക്കുന്നതിനിടയിൽ തറയിൽ നിന്നെങ്ങാനും അവർക്ക് പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ആ ശരി, ചോദിച്ചു നോക്കാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങള് നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞില്ലേ, ശത്രു കൂടെ തന്നെയുണ്ട്. കഴുകൻ കണ്ണുകളോടെ അയാൾ നമ്മെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. അതും തൊട്ടരികിൽ നിന്ന്. എനിക്ക് കുട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത പേടിയാ. ചേച്ചി പേടിക്കണ്ട. ചേച്ചി സമാധാനമായിരിക്കും. ഇതിനെല്ലാം അവസാനം നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താം. ഞങ്ങളുണ്ട് ചേച്ചിക്കൊപ്പം. അല്ലടാ ബി? അതെ.